രാവിലെ എണീറ്റ് ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതേപോലെ കർട്ടൻസ് ഒക്കെ ഓപ്പൺ ചെയ്യുക, പിന്നെ ഒരു ടീ അല്ലെങ്കിൽ കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കുക. ഇന്നിപ്പോൾ ഞാനൊരു കോഫി ഉണ്ടാക്കിയിട്ടാണ് ഡേ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മെല്ലെ ആ ഒരു കോഫി ആയിട്ട് ഞാൻ എൻ്റെ ഒരു വർക്ക് സ്പേസിലേക്ക് പോകും. അങ്ങനെ വർക്ക് സ്പേസിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ തലേദിവസം ചെയ്തു വെച്ച വർക്കിൻ്റെ ഒക്കെ എന്തെങ്കിലും മെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യും. മിക്ക ടൈമിലും ഞാൻ അപ്പോൾ തന്നെ എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ വർക്ക് എൻഡ് ചെയ്യുന്നത്. പക്ഷേ ചില സമയത്ത് എനിക്ക് പറ്റാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് അല്ലെങ്കിൽ ഞാൻ എപ്പോഴാണ് ക്രോഷ് ചെയ്യാനിരിക്കുന്നത് ആ ഒരു ടൈമിലായിരിക്കും ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നത്. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും യാണൊക്കെ ഇതേപോലെ ഒന്ന് റാപ്പ് ചെയ്ത് വെക്കാനുണ്ടാവാം, അല്ലെങ്കിൽ എല്ലായിടത്തും തിരിച്ച് വെക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് ചെയ്ത് വെക്കും. അങ്ങനെ ചെയ്ത് ആ ഒരു ഏരിയ ഫുള്ള് കംപ്ലീറ്റ് നീറ്റ് ആയാലേ എനിക്ക് ആ ഒരു വർക്ക് ഇനി അടുത്ത് ചെയ്യാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ അതങ്ങനെ ചെയ്ത് വെക്കും. പിന്നീട് ഞാൻ എൻ്റെ നോട്ട്ബുക്കും പെന്നൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കും. എന്തെങ്കിലും പാറ്റേൺസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പാറ്റേൺസിനെ പറ്റി നോക്കുന്നത്. ഞാൻ മിക്ക എൻ്റെ ഒരു പ്രോജക്ട്സും മെമിഗുർമി ആയാലും ക്രോഷ്യോ ആണെങ്കിലും ഞാൻ ചെയ്യുന്നത് പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഇഷ്ടമാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കീവേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ പുതിയ പ്രോജക്ട്സ് ഒക്കെ കണ്ടുപിടിക്കും. ഞാൻ എന്തെങ്കിലും കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും എനിക്ക് പുതിയ പ്രോജക്ട്സ് ഇതേപോലെ റിസർച്ച് ചെയ്ത് എടുത്ത് അത് സേവ് ചെയ്ത് വെച്ച് പിന്നെ അത് ചെയ്യുന്നതോടൊപ്പം തന്നെ എനിക്ക് പുതിയതും ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടല്ല ഞാൻ അടുത്തത് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ ചിലപ്പോൾ എനിക്ക് ഇന്നത് ചെയ്യാൻ മൂടില്ലെങ്കിൽ അടുത്ത പുതിയ പ്രോജക്ട്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഒന്നിൻ്റെ ഒപ്പം തന്നെയാണ് ഞാൻ വേറെ ഒക്കെ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പുതിയ പുതിയ പ്രോജക്ട്സ് ഇതേപോലെ തന്നെ നോക്കി ഞാൻ സേവ് ചെയ്ത് വെക്കും. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് എനിക്ക് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഡേ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാനൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യും. ഞാനൊരു ബിഗിനർ ആയിരുന്ന സമയത്ത് ഞാൻ പാറ്റേൺസ് ഒക്കെ നോക്കിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ചധികം നാളായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് സെൽഫായിട്ട് ചില പ്രോജക്ട്സ് കാണുമ്പോൾ എനിക്ക് സെൽഫായിട്ട് തന്നെ അത് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാനും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം സ്വന്തമായിട്ട് ചെയ്യാനാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമുക്കൊരു പുതിയ പുതിയ പ്രോജക്ട്സ് കാണുമ്പോൾ എല്ലാത്തിനും നമുക്ക് പാറ്റേൺ കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു കാര്യമാണ് ഒരു പ്രോജക്ട്സ് കണ്ട് അതിൻ്റെ പാറ്റേൺ സ്വന്തമായിട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാറ്റേൺ ഫസ്റ്റ് തന്നെ ഞാൻ എഴുതി വെക്കും, എൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ എഴുതി വെക്കും. എന്നിട്ട് ആ പാറ്റേൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു പ്രോജക്റ്റ് മാക്സിമം ചെയ്തെടുക്കാൻ നോക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ഈ ഒരു ടൈമിലാണ് ചെയ്തു വെക്കുന്നത്. അങ്ങനെ ഞാൻ പാറ്റേൺസ് ഒക്കെ എഴുതിയതിന് ശേഷം പിന്നെ ഞാൻ എന്ത് വർക്കാണ് ചെയ്യുന്നത് അത് ഞാൻ കണ്ടിന്യൂ ചെയ്യും. കുറച്ച് നേരത്തേക്കാണ് ഞാൻ എപ്പോഴും ക്രോഷ്യോ ചെയ്യുന്നത്. കുറേ നേരം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്ത് ഒരു മടുപ്പാകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യും. അങ്ങനെ കുറച്ച് നേരം ഞാൻ ഈ ക്രോഷ്യോസ് ഒക്കെ ചെയ്യും. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബേബി ഫ്രോക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ചിങ്ങിൻ്റെ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഞാൻ എൻ്റെ യോക്ക് പീസും ബോഡി പാർട്ടിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ചെയ്തു. പിന്നെ അതിലേക്ക് ഞാൻ നെക്സ്റ്റ് കളർ ആഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്തതിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത്. ഈ ഒരു ക്രോഷ്യോ ജേർണി തുടങ്ങിയപ്പോൾ എനിക്ക് വന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഞാൻ എനിക്ക് വേണ്ടിയായിട്ട് കുറച്ച് സമയം ഞാൻ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. മറ്റു പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്കത് കിട്ടാത്തൊരു കാര്യമായിരുന്നു. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം ഈ ഒരു ക്രോഷ്യോ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്താൻ തുടങ്ങിയത്. അതിൻ്റെ ലൈഫിലൊരു പോസിറ്റീവ് സൈൻ തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു മോർണിംഗ് ടൈം അല്ലെങ്കിൽ എൻ്റെ ഒരു മീ ടൈം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സമയമാണ്. മാക്സിമം ഞാനത് എല്ലാ ഒരു ദിവസവും എനിക്ക് ഈ ഒരു ടൈം കിട്ടാൻ ഞാൻ നോക്കാറുണ്ട്. പിന്നെ ചില ദിവസങ്ങളിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ചില കാര്യങ്ങൾ കൊണ്ട് പറ്റാറില്ല. എന്നാലും ഞാൻ മാക്സിമം മിക്കടെയും ഈ ഒരു രീതിയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡേ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അമർത്താൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള വീഡിയോസാണ് കാണാൻ ഇഷ്ടം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ്